ഹായ് ഓൾ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്താണെന്നല്ലേ, പിത്താശ കല്ലിനെ ഉരുക്കി കളയുക അല്ലെങ്കിൽ പൊടിച്ച് മലത്തിലൂടെ പുറന്തള്ളപ്പെടുക എന്നൊക്കെയുള്ള പേരില് പല ട്രഡീഷണൽ പ്രാക്ടീഷണേഴ്സും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? പിത്താശയത്തു നിന്ന് കല്ല് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞ് ഒരു 100 പീസുകളൊക്കെ ആയിട്ട് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോഡേൺ നാച്ചുറോപ്പതി പ്രാക്ടീസിൽ എപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ട്രഡീഷണൽ നാച്ചുറോപ്പതി പ്രാക്ടീസിൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഗോൾ ബ്ലാഡർ ക്ലൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തു വരാറുണ്ട്. പല ആളുകളും ഇതിന് ഇരയാകാറുണ്ട്. ഇങ്ങനെയുള്ള ചികിത്സകൾക്ക് അവർ പോകാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട് ഒക്കെ ഉണ്ട്. ശരിക്ക് പിത്താശയത്തിലുള്ള കല്ലിനെ പുറത്തേക്ക് ഇങ്ങനെ കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്നുള്ളത് കഴിയാൻ പറ്റാറില്ല, പലപ്പോഴും ഇങ്ങനെ കളയാൻ പറ്റാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇൻ കേസ് അങ്ങനെ കളയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തന്നെ. നമ്മളെ ഗോൾ ബ്ലാഡറിന്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററിന്റെ മുകളിലേക്ക് വരുന്ന കല്ലുകളെ പുറന്തള്ളാൻ ഉള്ള ഒരു വലിപ്പം അതിനില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ 2 സെന്റിമീറ്റേഴ്സിന്റെ മുകളിലുള്ള കല്ലുകളുള്ള ആളുകൾ ഒരിക്കലും ഇത്തരം പ്രാക്ടീഷണേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസിന് മുതിരരുത് എന്നുള്ളതാണ് ഒരു നാച്ചുറോപ്പതി പ്രാക്ടീഷണർ എന്നുള്ളതിലൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ഒരു കാരണം, ഇൻ കേസ് നമ്മൾ ഈ പറയുന്ന ഈ ഓയിലും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമ്മളെ പിത്താശയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ഈ കല്ലിനെ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ ഈ കല്ല് വന്നിട്ട് പിത്താശയത്തിന്റെ നെക്കില് സ്റ്റക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ സ്റ്റക്ക് ആയിക്കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി പിത്താശയം ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇതിനേക്കാൾ വലിയ സീരിയസ് ഇഷ്യൂസിലേക്ക് നയിക്കാറുമുണ്ട് സാധാരണ. അത് മാത്രമല്ല, ഇൻ കേസ് അതിനേക്കാൾ ചെറിയൊരു കല്ലാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പുറത്തേക്ക് കളഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, പിത്താശയത്തിൽ നിന്ന് പുറത്തു വന്നു. പിത്താശയത്തിൽ നിന്ന് പുറത്തു വന്ന് ഇത് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് പാങ്ക്രിയാസിനാണ്. പാങ്ക്രിയാസിൽ ഇത് കൊണ്ടുപോയി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പാങ്ക്രിയാറ്റൈറ്റിസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ ഒരു പ്രാക്ടീസിൽ സാധാരണ ചെയ്യാറുള്ളത് ഒലീവ് ഓയിൽ കുടിക്കാൻ കൊടുക്കും. അതിനു മുമ്പ് എപ്സം സാൾട്ട് നന്നായിട്ട് കഴിപ്പിക്കും. പിന്നെ ഒലീവ് ഓയിൽ കുടിക്കാൻ കൊടുക്കും. പിന്നെ അതിനുശേഷം ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ജ്യൂസ് കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ചില ആളുകൾ മുട്ടയുടെ തോട്, ചെറുനാരങ്ങ ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഇതിലൊക്കെ സംഭവിക്കുന്നത്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ സംഭവം കഴിച്ചിട്ട് പിറ്റേന്ന് മലത്തിലൂടെ കല്ലുകൾ പോകും എന്നുള്ളത് സത്യമാണ്. ആ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് മഗ്നീഷ്യവും സൾഫേറ്റും കൂടെ കലർന്ന ഒരു സാപ്പോണിഫിക്കേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന കല്ല് പോലുള്ള അല്ലെ സ്റ്റോൺ രൂപത്തിലുള്ള കാര്യങ്ങളാവാനാണ് സാധ്യത എന്നാണ് പഠനങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പൊ ഇത്തരം പ്രാക്ടീസിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. To know more about health for free of cost, please subscribe this YouTube channel.